CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അലനല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ നാട്ടുകൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതി പ്രകാരം നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ടർഫുകൾക്ക് രാത്രി 12 മണിവരെ മാത്രം പ്രവർത്തനാനുമതി. മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. ആലിപ്പറമ്പ് കാളിക്കടവ് പാലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായി. യുവകേരള വായനശാലയിൽ വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ആലിപ്പറമ്പ് കാളിക്കടവ് പാലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായി. യുവകേരള വായനശാലയിൽ വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പൊതുമരാമത്ത് വകുപ്പ് മാർക്ക് ചെയ്ത 40 സെന്റ് സ്ഥലം കമ്മിറ്റിക്ക് കൈമാറാൻ സ്ഥലമുടമകൾ തീരുമാനിച്ചു. ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ PK അയമുവിന്റെ അധ്യക്ഷതയിൽ ആലിപ്പറമ്പ് യുവകേരള വായനശാലയിൽ വെച്ചാണ് സ്ഥലമുടമകളെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പാലത്തിന് 25 കോടി രൂപ അടങ്കൽ തുകയായി വകയിരുത്തിയിട്ടുണ്ട്. അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബാക്കി വരുന്ന തുക പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായി സമാഹരിക്കുന്നതിനുള്ള ശ്രമം വിജയിപ്പിക്കണമെന്ന് ജനറൽ കൺവീനർ K രാധാകൃഷ്ണൻ പറഞ്ഞു. KK ബാലകൃഷ്ണൻ, മൊയ്തുപ്പു പിലാക്കൽ, പൂക്കോടൻ ഫാറൂഖ്, മുത്തു പൂക്കോടൻ, TK മൊയ്തു, PK ഷൗക്കത്തലി, K വാസുദേവൻ, TK ഗഫൂർ, കണമല രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. അസ്മാഉൽ ഹുസ്ന റാത്തീബ് കമ്മിറ്റി കാരുണ്യ സേവന പ്രവർത്തനങ്ങളുമായി 22ാം വർഷത്തിലേക്ക്. വാർഷികത്തിന്റെ ഭാഗമായി തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ, താഴേക്കോട് പഞ്ചായത്തുകളിൽ വിവിധങ്ങളായ സഹായങ്ങൾ നൽകി. പാലോട് വെച്ച് നടന്ന പരിപാടി സാലിഹ് തങ്ങളുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും വ്യത്യാസമില്ലാതെ അർഹത മാത്രം മാനദണ്ഡമാക്കി വിശക്കുന്നവന് ഒരു കാരണവശാലും അവനെന്തില്ല, വിശപ്പിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കും ഏത് ജാതിക്കാരനും ഏത് മനുഷ്യനും ഉണ്ടാകുന്ന വിശപ്പ് എന്ന് പറയുന്നത് സമാനമാണ്. ദാഹത്തിനും മതമോ രാഷ്ട്രീയമോ ദേശഭാഷാ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനുഷ്യത്വം പ്രകടമാകുന്ന ഏറ്റവും മനോഹരമായ അവസരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സാദിഖ് സഖാഫി കോട്ടപ്പുറം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KMS തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് കുട്ടി സഖാഫി പാലോട്, മുരളി കുണ്ടൂർക്കുന്ന്, രാമകൃഷ്ണൻ, സെയ്തലവി സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. സംഘത്തിലെ മുതിർന്ന നേതാക്കളായ രായിൻ ഹാജി, ഉണ്ണീൻ ഹാജി എന്നിവരെ സ്വാലിഹ് തങ്ങൾ, ഹംസ സഖാഫി പുത്തൂർ, നജ്മുദ്ദീൻ അഹ്സനി, ഇസ്മയിൽ എന്നിവർ ചേർന്ന് ആദരിച്ചു. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കല്ലടിക്കോട് ഇടക്കുറിശി ശിരുവാണിയിൽ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടം നടന്നത്. അപകടത്തിൽ കാർ യാത്രികൻ കാഞ്ഞിരപ്പുഴ മച്ചിങ്ങൽ സ്വദേശി സുരേഷ് ബാബുവിന് ശരീരത്തിൽ സാരമായി പരിക്കേറ്റു. ഇവരെ ആദ്യം തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് വട്ടംപലം സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ശിരുവാണി ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. സ്വകാര്യ ബസ് പാലക്കാട് ഭാഗത്തേക്കും കാർ മണ്ണാർക്കാട് ഭാഗത്തേക്കും വരികയായിരുന്നു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ട കാർ യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയത്. CCN കോങ്ങാട്. ഇക്കുറി കോതകുറിശി ചേറമ്പറ്റ പൂരവും കിഴൂർ പൂരവും ഒരേ ദിവസം 22-ന് ഇരുപൂരവും ആഘോഷിക്കും. ക്ഷേത്ര കമ്മിറ്റികളുടെ കണക്കിൽ 60-ലധികം ആനകൾ ഇരുപൂരങ്ങളിലായി അണിനിരക്കും. ചേറമ്പറ്റയിൽ തിങ്കളാഴ്ച പൂരാഘോഷത്തിന് കൊടിയേറി. ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ കൊടിയേറി 6ാം ദിവസവും കിഴൂർ കാളികാവിൽ മീനം 1-ന് കൊടിയേറി 8-ന് പൂരം എന്നതാണ് ആചാരക്രമം. ഇതാണ് ഇത്തവണ ഒരു ദിവസം ഒത്തുചേർന്നത്. 2 പൂരങ്ങളും ഒരു ദിവസം ആഘോഷിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാകുമെന്നാണ് ദേശവാസികൾ പറയുന്നത്.
തന്ത്രി പനാവൂർ മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചേറമ്പറ്റക്കാവിൽ കൊടിയേറ്റം നടന്നത്. പൂരാഘോഷ ഭാഗമായി ദിവസവും ആറാട്ടെഴുന്നള്ളിപ്പ്, പറയെടുപ്പ്, വൈകിട്ട് താന്ത്രിക ചടങ്ങുകൾ, കളംപാട്ട്, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. കീഴൂരിലും കഴിഞ്ഞ ദിവസം കൊടിയേറ്റം നടന്നു. ഇവിടെയും വിവിധ കലാപരിപാടികളും മേളം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കുന്നുണ്ട്. 21-ന് കാളവേലയോടെ വലിയാറാട്ടും ആഘോഷിക്കും. 22-ന് കീഴൂർ മേലൂർ ദേശങ്ങൾ ഒരുക്കുന്ന പൂരത്തിൽ 27 ആനകൾ അണിനിരക്കുമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ കണക്ക്. ചേറമ്പറ്റയിൽ കാളവേലയും പൂരവും ഒരു ദിവസമാണ് ആഘോഷിക്കാറ്. 38 ആനകളും 40ഓളം ഇണക്കാളകളും പാലക്കോട് മുതലിയാർ തെരുവിലെ 9 തട്ടുകളോടുകൂടിയ അലങ്കാരത്തേരും കോട്ടപ്പുറത്തെ കുതിരയും സംഗമിക്കുന്നതാണ് ചേറമ്പറ്റ പൂരം. ചളവറ, പുലിയാനംകുന്ന്, കുറ്റിക്കോട്, തരുവക്കോണം, പാവുക്കോണം, അനങ്ങനടി, തൃക്കടീരി, പത്തംകുളം, പാലക്കോട് ദേശങ്ങളാണ് ചേറമ്പറ്റയിൽ കാഴ്ചയൊരുക്കുക. തട്ടകാതിർത്തികൾ പങ്കിടുന്ന ഇരുപൂരത്തെയും വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് തട്ടക നിവാസികൾ. CCN ചെർപ്പുളശ്ശേരി. അലനല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ നാട്ടുകൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതി പ്രകാരം നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടത്തനാട്ടുകര ചീരട്ടക്കുളം മാറാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ അരപ്പവൻ തൂക്കം വരുന്ന മാല, 4 തൂക്കുവിളക്കുകളും 2 നിലവിളക്കുകളുമാണ് കവർന്നത്. വാതിലിന്റെ ബോൾട്ട് ഇളക്കി നീക്കിയാണ് മോഷ്ടാവ് അകത്തു കയറിയത്. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതി പ്രകാരം നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. ക്ഷേത്രത്തിനു സമീപം ബൈക്ക് വന്നതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. ഡോഗ് സ്ക്വാഡ് മണം പിടിച്ച് കുറച്ചു ദൂരം പോയി. വിരലടയാളങ്ങൾ കണ്ടെത്താനായില്ല. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നാട്ടുകൽ പോലീസ് അറിയിച്ചു. CCN ചത്തല്ലൂർ. മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ടർഫുകൾക്ക് രാത്രി 12 മണിവരെ മാത്രം പ്രവർത്തനാനുമതി. മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ P. വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ലഹരിയുടെയും മദ്യത്തിന്റെയും ഉപയോഗം കൂടിവരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് നടത്തിവരുന്ന ഡി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ചേർന്ന ടർഫ് ഉടമകളുടെയും പോലീസിന്റെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത്. രാത്രികാലങ്ങളിൽ ടർഫുകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ ലഹരി ഉപയോഗവും ലഹരി വിപണനവും നടക്കുന്നതായും ഇതുമൂലം അക്രമ പ്രവർത്തനങ്ങളും കളവുകളും കൂടി വരുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ടർഫുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളും നിരീക്ഷണവും നടത്തുമെന്നും ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ടർഫ് ഉടമകളും പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. അജൈവ മാലിന്യം ശേഖരിച്ച് MCFിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കൈമാറി. നഗരസഞ്ചയം പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് ഇതിൽ മലപ്പുറം നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ 5 വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രൊജക്റ്റായിരുന്നു. അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മളിങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഹരിതകർമ്മസേന എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വാഹനം അനുവദിച്ചത്. ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഹനം വരാൻ അല്പം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. വൈസ് സൂചിപ്പിച്ച പോലെ വാഹനം കണ്ടപ്പോൾ വളരെ ചെറുതാണ്. പക്ഷെ എങ്കിലും ഹരിതകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ വീടുകളിൽ നിന്ന് ഈ വാഹനം കാണുമ്പോൾ അവർ വിചാരിക്കും ഒരു 10 വീട്ടിൽ അജൈവ മാലിന്യങ്ങൾ കയറ്റുമ്പോഴത്തേന് തന്നെ ഇത് നിറയുമെന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്.
AR നഗർ, പറപ്പൂർ, കൂട്ടിലങ്ങാടി, കാലടി, താനാളൂർ, കോഡൂർ, തെന്നല, തൃപ്പങ്ങോട്, ഒതുക്കങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി, തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത്. വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ NA കരീം, സറീന ഹസീബ്, സെക്രട്ടറി S ബിജു എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്നേഹവീട് പകൽ പരിപാലന കേന്ദ്രം വാർഷികാഘോഷം നടന്നു. പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പല ഗ്രാമപഞ്ചായത്തുകളിലും പകൽ വീട് എന്ന പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷേ പകൽ വീട് കൂട്ടിക്കിടക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇത് ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ എന്തായാലും 15-25 പേര് നമ്മുടെ അച്ഛനമ്മമാർ അവരുടെ ഒറ്റപ്പെടലിൽ നിന്നും നമ്മൾ ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നതിന് പകരം നമുക്കിവിടെ ഒരുമിച്ച് കൂട്ടായി നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. പലരും രാത്രിയും കൂടി ഉണ്ടാവുമെന്ന് ചോദിച്ചു. പക്ഷെ രാത്രിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഡോക്ടർ വേണ്ടി വരും, ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം വേണം. എന്നാൽ പോലും രാവിലെ വന്ന് വൈകുന്നേരം വരെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് സ്നേഹവീട്ടിലെത്തുന്ന രക്ഷിതാക്കൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. കലാപരിപാടികളും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ഹരിദാസൻ, K സുമതി, മെമ്പർമാരായ MK ദ്വാരകനാഥൻ, KK ലിനി, P ദിവ്യ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമോത്സവം, വനിതകളുടെയും കുട്ടികളുടെയും കലാകായിക സംഗമം സംഘടിപ്പിച്ചു. ഗായിക മീര റാമോഹൻ ഉദ്ഘാടനം ചെയ്തു. പതിനാല് വാർഡുകളിലും സംഗമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് പഞ്ചായത്തുതല സംഗമം സംഘടിപ്പിച്ചത്. ഗാനങ്ങളും നൃത്തങ്ങളും കരാട്ടെ പ്രദർശനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചു. പ്രസിഡന്റ് C രാജിക അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സമിതി ചെയർമാൻ C ഹരിദാസൻ, അംഗങ്ങളായ K ലീല, KK ലിനി, M ഉഷാകുമാരി, S രാജശ്രീ, K ജയശ്രീ, P പ്രിയ, MK ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ വിട്ടയക്കുക എന്നാവശ്യപ്പെട്ട് SDPI പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും തുറുങ്കിലടയ്ക്കാമെന്ന RSSന്റെ സംഘപരിവാറിന്റെ അഹന്തയാണ്, ഫാസിസ്റ്റ് സമഗ്രാധിപത്യമാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. MK ഫൈസി എന്ന പാലക്കാട്ട് കൂരാച്ചിപ്പടിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന, എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ, മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി ശിവൻകുട്ടി, കാർത്തികേയൻ വടക്കഞ്ചേരി, STU ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം എന്നിവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. തൂതയിലെ വ്യായാമ കൂട്ടായ്മയായ MEC7 ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മക്കരപ്പറമ്പ് MEC7 ചീഫ് ട്രെയിനർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. അത് 5 പ്രതിഷ്ഠ ചെയ്ത ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതുപോലെ മറ്റൊരു കാര്യം,
ഞാൻ വരുമ്പോ കുറച്ചുകൂടി ടൈം കിട്ടിയില്ലെങ്കിൽ അത് ഒന്ന് എടുത്തു പോകാൻ ഡോക്ടർ വിഷയമായതുകൊണ്ട് ഞാൻ വേറെ വിഷയമായിട്ടാണ് വിചാരിച്ചത്. നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ടു, അതായത് ഇപ്പൊ ഈ ഒരു സമയത്ത് അതിന് 10 മിനിറ്റ് എടുക്കണം വിചാരിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും അതിന്റെ കൂടുതലായിട്ട് പറയുന്നു. അപ്പൊ അത് നെക്സലിന്റെ മെമ്പേഴ്സും നെക്സലിന്റെ സെന്ററുകളും നാട്ടിലെ ലഹരിക്കെതിരെയുള്ള കോർഡിനേറ്റർ മജീദ് വാഴേങ്ങൽ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ബഷീർ NP അധ്യക്ഷനായി. ഹമീദ് മണലായ, യൂസഫ്, കൃഷ്ണകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. IMA പെരിന്തൽമണ്ണ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത് വ്യായാമവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിനെയാണ് നിങ്ങൾ അത്രയും ശ്രദ്ധ കൊടുക്കണം. ഇത് ഒരിക്കൽ തുടങ്ങി പാതിയിൽ ഉപേക്ഷിക്കാനുള്ള ഒരു വിഷയമായിട്ട് കണക്കാക്കരുത്. നിങ്ങളിത് ജീവിതകാലം മൊത്തം നിങ്ങളിപ്പോൾ എത്ര കാലം കഴിയുമോ അത്രയും തുടർന്നു പോകേണ്ട. ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു അവസരത്തിൽ ഇവിടെ വരുമ്പോൾ ഈ ആണെന്നറിയണം അമേരിക്കൊക്കെ ഉള്ളില്ല. അത്രയും ഉള്ളൊരു വിഷയം തന്നെയാണ്. നമ്മൾ തൂതമൊത്തതിനകത്ത് കാണാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും, എത്രയാണ് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും അതെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അസിസ്റ്റന്റ് കോർഡിനേറ്റർ KT രമേശ് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലനല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ നാട്ടുകൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതി പ്രകാരം നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ടർഫുകൾക്ക് രാത്രി 12 മണി വരെ മാത്രം പ്രവർത്തനാനുമതി. മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ P. വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. ആലിപ്പറമ്പ് കാളിക്കടവ് പാലം അപ്രോച്ച് റോഡിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായി. യുവകേരള വായനശാലയിൽ വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.